ഹലോ, നമസ്കാരം. നമ്മൾ മോഹൻലാലിന്റെ തുടരും ആ പടത്തിനെ കുറിച്ചിട്ട് റിവ്യൂ ഒന്നല്ല, ജസ്റ്റ് ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇതിനു മുന്നേ ചെയ്തത് മലൈക്കോട്ടെ വാലിബൻ എന്ന മൂവിയാണ്. അത് നമ്മൾ കുറച്ച് നെഗറ്റീവ് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു പടം നമ്മൾ കാത്തിരുന്നിട്ട് ആ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് തരാണ്ടായപ്പോ ഗീതം അല്ലെങ്കിൽ എന്താ പറയാ ഒരു മോഹൻലാൽ ഫാന്റെ രോദനം എന്ന് പറയാ ആ സാധനം. അതെ, അങ്ങനെ നമ്മള് വിമർശിച്ചിരുന്നു. ഞങ്ങൾ ഇതിനു മുന്നേ പറഞ്ഞത് മോഹൻലാൽ ഫാൻ തന്നെയാണ്. അതായത് നമ്മള് ചെറിയ കുട്ടിയാകുമ്പോ തൊട്ട് മോഹൻലാലിന്റെ കിരീടം ചെങ്കോലൊക്കെ കണ്ടു വളർന്ന പിള്ളേരാ. അപ്പൊ അതുകൊണ്ട് അത്രയും നമ്മൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന് വൻ പ്രതീക്ഷകളായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ നിരാശപ്പെടുത്തിയ പടങ്ങൾക്ക് ശേഷം തുടരും എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് നമ്മൾ ഹെവിലി സാറ്റിസ്ഫൈഡ്, ഹൈലി സാറ്റിസ്ഫൈഡ്, എക്സ്ട്രാ ഓർഡിനറി. രോമം ഇപ്പോഴും എനിക്ക് നിൽക്കുക. അതായത് നമ്മുടെ മോഹൻലാലിനെ നമ്മൾ എങ്ങനെ കാണണം എന്ന് വിചാരിച്ചിരുന്നു. നമ്മുടെ ഭ്രമരത്തിലെ മോഹൻലാല്, തന്മാത്രയിലെ മോഹൻലാല്, കിരീടത്തിലെ മോഹൻലാല്, ചെങ്കോലിലെ മോഹൻലാല്, നാടോടിക്കാറ്റിലെ മോഹൻലാല്, ദൃശ്യത്തിലെ മോഹൻലാല്, അങ്ങനെ ഒരു നമുക്ക് കാണാൻ പറ്റി. പല സമയത്തും ഓരോ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മളിൽ ശരിക്കും ഒരു ഫീല്, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് തിയേറ്ററിൽ തന്നെ പോയി നമ്മളിപ്പോ രണ്ടാമത് കാണാം. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ രണ്ടാമത് കാണാൻ പോകുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഈ പടത്തിന് ഇപ്പൊ റിവ്യൂ ഇടുന്നത്. റിവ്യൂ അല്ല, നമ്മുടെ കാരണം നമുക്ക് ആ ഫീലില്ല. മോഹൻലാൽ നമുക്ക് അങ്ങനെ കാണാനുള്ള ആ ഒരു കൊതി, ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പോകണം. ഇതിലെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് തരുൺമൂർത്തി. ഒന്നും പറയാനില്ല ലാലേട്ടനോടും. കാരണം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തതിന് പുതിയൊരു സംവിധായകന് ചാൻസ് കൊടുത്തതിന്. അതെ, ലാലേട്ടൻ ഇങ്ങനെയുള്ള പടങ്ങൾ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ലാലേട്ടന, ഇതുപോലുള്ള ലാലേട്ടൻ നമ്മൾ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് കുറെ കോട്ടും ഹെലികോപ്റ്ററും അതേപോലെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മള് മലയാളികളാണ്, നമ്മള് ബേസ് ചെയ്തിട്ടുള്ള കുറെ സ്റ്റോറി, നമ്മുടെ ഇമോഷൻസിനെ. നമ്മൾ ഇന്നലെ രാത്രി പടം കണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4 to 5 hours ഓൺലി ഡിസ്കഷൻ നമ്മൾ തുടരും. കാരണം വെച്ചാൽ മോഹൻലാലിന്റെ ഓരോ മൂവ്മെന്റ്സ് നമുക്ക് ഫീൽ ആയിരുന്നു. ആ ഒരു ഫീല് ഒന്നും പറയാനില്ല. ഇപ്പൊ ഈ സ്റ്റോറിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി, പക്ഷെ പല അഭിനയ മുഹൂർത്തങ്ങളുണ്ട് ഈ സിനിമയിൽ. അതായത് നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരു 5 to 6 മുഹൂർത്തങ്ങൾ നമുക്ക് പലതും പറയാറുണ്ട്. കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ പല സീൻസിലും മോഹൻലാലിന്റെ ആ ഒരു നമ്മള് സദയത്തില് കണ്ടിട്ടുള്ള ലാലേട്ടന്റെ നമുക്ക് അത്ര ഇതായി ഇൻസ്പയർഡ് ആയി സെക്കൻഡ് ഹാഫ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇതൊരു രോഗം ഫുള്ളി എണീറ്റ് നിൽക്കുന്നു സിനിമ കഴിയണ വരെ. അപ്പൊ സിനിമ കഴിഞ്ഞിട്ട് നമ്മള് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുകയാണ്. ആ ലാസ്റ്റ് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്കോർ മ്യൂസിക് ഉണ്ട്. ഓഫ്, ജോയൊക്കെ ഒന്നും പറയില്ല. ഇതേപോലെ ചെയ്ത് വെക്കേണ്ടത് ഇതേപോലെയാണെന്നുള്ള എക്സാമ്പിൾ. ഓരോ മൂഡിലുള്ള ഫീൽ തോന്നില്ല, അമ്മാരി ഫീല് കൊടുത്ത്. പിന്നെ അതേപോലെ ഇതില് പ്രവർത്തിച്ചുള്ള എല്ലാ നടീ നടന്മാരും അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ മോഹൻലാലിനനുസരിച്ച് തന്നെ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ പുതിയ നടൻ ഒരു രക്ഷയില്ലാത്ത പറയേണ്ടതായിരുന്നു. പിന്നെ അതേപോലെ ബിനു പപ്പു കിഡിലം പെർഫോമൻസ്. ശോഭന മക്കളെ അഭിനയിച്ച 2 പിള്ളേര്, രാജു. ഇതില് വില്ലൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോന്റെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ഇമ്പാക്ട് കിട്ടിയത്. പല ആൾക്കാർ ദൃശ്യം, അതേപോലെ പല ആൾക്കാർ സെപ്പറേറ്റ് ഒരു മൂവി ആ ലെവലിൽ ഞാൻ ട്രീറ്റ് ചെയ്തു. ഇതിന് ദൃശ്യമായിട്ടോ നിങ്ങളൊരു സസ്പെൻസ് ത്രില്ലറോ അങ്ങനത്തെ ഒരു മൂവി അല്ല. ഇത് മോഹൻലാലിന്റെ ഒരു നമ്മുടെ പഴയ മോഹൻലാലിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തോ. 100% മാത്രമല്ലോ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഇത് കണ്ട് സാറ്റിസ്ഫൈഡ് ഇറങ്ങുന്നുള്ളത് ഒരു രക്ഷയില്ല. മലയാളത്തിന്റെ ഒറ്റക്കൊമ്പൻ, വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്.